അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ ജോബിൽ ഫാമിലിയിലേക്ക് പുതിയൊരു സംരംഭം കൂടി വന്നിട്ടുണ്ട്. നമ്മളെ രഞ്ജിത്ത് ഒരു പുതിയൊരു വലിയൊരു മുതലാളിയായിട്ടുണ്ട്. ഡീറ്റെയിൽ ആവാൻ പറയും. ഞാനും നമ്മുടെ 2 ഫ്രണ്ട്സും കൂടി ചേർന്നിട്ടാണ് ഒരു പുതിയ ഇംഗ്ലീഷ് മെഡിക്കൽ ഷോപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഈ പിറകിൽ കാണുന്നതാണ് സ്ഥാപനം. അപ്പോൾ ഇന്നായിരുന്നു എൻ്റെ ഇനോഗ്രേഷൻ ഈ ക്രിസ്മസ് ദിനത്തിൽ. അപ്പോൾ വളരെ സന്തോഷമുണ്ട്. കാരണം ഒരുപാട് കാലത്തെ ഒരു ആഗ്രഹമായിരുന്നു ഇത്തരത്തിലൊരു സംരംഭം തുടങ്ങാമെന്നുള്ളത്. അപ്പോൾ ഇന്നത് ഫലപ്രാപ്തിയിലെത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഷോപ്പ്. സ്ഥലം കോഴിക്കോട് ജില്ലയിൽ മടവൂർ പഞ്ചായത്തിൽ മടവൂർ തന്നെയാണ് ഷോപ്പുള്ളത്. മടവൂർ മെയിൻ റോഡ് തന്നെയാണ്. ഷോപ്പിൻ്റെ പേര് ബീവൽ ഫാർമ എന്നാണ്. അപ്പോൾ ഈ അടുത്തുള്ള ആളുകളെ അത് നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. നമ്മുടെ വീഡിയോ കാണുന്ന ആളുകൾ എല്ലാവരും തന്നെ ഈ കോഴിക്കോട് ഭാഗത്തുള്ളവർ അല്ലെങ്കിൽ ഇതുവഴി പാസ് ചെയ്യുന്നവരെല്ലാവരും തന്നെ വരിക, സന്ദർശിക്കുക. നിങ്ങൾക്ക് ആവശ്യമായി വരുന്ന ഇംഗ്ലീഷ് മരുന്നുകളുടെ അതുപോലെ തന്നെ ബാക്കി ആശുപത്രി അനുബന്ധ സാധനങ്ങളുടെ എല്ലാം തന്നെ സ്റ്റോക്ക് ഇവിടെ ഉണ്ട്. അതെല്ലാവരും തന്നെ ഉപയോഗപ്പെടുത്തുക. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ജോബിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ വീഡിയോ ഈ ഒരു വീഡിയോയിൽ നിങ്ങളെ കാണിക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ എന്തൊക്കെയാണ് ബ്രോ ഒന്ന് പറയാം. ശ്രീജിത്ത് ബ്രോ ഉണ്ട്. അനങ്ങന്മല ഇക്കോ ടൂറിസം പോകുന്നുണ്ട്. അവിടെ ഒരു ഷൂട്ടിംഗ് ലൊക്കേഷൻ ഉണ്ട്. പിന്നെ നമുക്ക് അതിൻ്റെ അടുത്തൊരു അക്കോഡേറ്റ് പാലമുണ്ട്. അവിടേക്കാണ് പോകുന്നത് നമ്മൾ. അനങ്ങമലയിൽ ഏതാണെന്ന് വെച്ചാൽ അനങ്ങമലയിൽ നമ്മൾ ഷൂട്ട് ചെയ്തത് ആകാശഗംഗേൻ്റെ ചെറിയൊരു സീനാണ്. അതേപോലെ തന്നെ ആ എക്കോഡേറ്റ് പാലത്തിൽ നമ്മൾ എല്ലാവർക്കും അറിയാം 6-ാം തമ്പുരാൻ്റെ ഒരു ചെറിയൊരു സീനാണ് അവിടെയും ഷൂട്ട് ചെയ്തത്. അപ്പോൾ ഇത് രണ്ടുമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ നേരെ നമുക്ക് പോവാം അല്ലേ. തിരിച്ചു പോയിക്കാണ് 3 എപ്പോൾ തിരിച്ചു പോകണമെന്ന് ഞങ്ങൾക്കറിയാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ വന്ന് നിൽക്കുന്ന ഈ ഒരു അക്വഡേറ്റ് നിങ്ങൾക്കറിയാം ഏതാണെന്ന്. ഈ അക്വഡേറ്റിലാണ് നമുക്കറിയാം 6-ാം തമ്പുരാൻ ഫിലിം, നമ്മുടെ ലാലേട്ടൻ്റെ 6-ാം തമ്പുരാൻ ഫിലിമിൽ ലാലേട്ടൻ നമ്മുടെ സായികുമാർ ചേട്ടൻ്റെ ആ ഒരു ക്യാരക്ടറിൻ്റെ കുറച്ച് ഫ്രണ്ട്സ് വന്നിട്ട് അവരെ പറഞ്ഞു വിടുന്നൊരു സീനുണ്ട്. ഞാൻ സൈഡിൽ സീന് കാണിച്ചു തരാം. അത് എക്സാക്ട്ലി ഷൂട്ട് ചെയ്തത് നമ്മളെ ഈ ഒരു ബ്രിഡ്ജിൻ്റെ മുകളിലാണ്. 6-ാം തമ്പുരാൻ്റെ ഒരു ചെറിയൊരു പോർഷൻ ഷൂട്ട് ചെയ്തത് ഇവിടെയാണ് കേട്ടോ. മാത്രമല്ല ഫിലിമിൻ്റെ ആ ലൊക്കേഷൻ കാഴ്ചകൾ കൂടാതെ ഇവിടെ എന്ന് വെച്ചാൽ ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ്. വെയിൽ സ്വാഭാവികമായിട്ട് നല്ല വെയിലുണ്ട്. പക്ഷേ ഇവിടുന്ന് തരുന്ന നമുക്ക് കിട്ടുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ് കേട്ടോ. ഇവിടെയൊക്കെ ഇങ്ങനെ പാടം, നല്ല നെൽപ്പാടങ്ങൾ, അതിൻ്റെ നേരെ മേലെ അനങ്ങാമല എക്കോ ടൂറിസത്തിൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ടുള്ള കുറച്ച് മലനിരകളുണ്ട്. അതേപോലെ തന്നെ അവിടെ കുറച്ച് അകലെ ഒരു കുളം കാണാം. നമുക്ക് പോകാൻ പറ്റുമോ? അങ്ങോട്ട് പോകാൻ പറ്റുമോ ബ്രോ? നമുക്ക് നോക്കാം, എന്തായാലും അങ്ങോട്ട് പോയി നോക്കാം. അതേപോലെ തന്നെ ഈ സൈഡിൽ നെൽകൃഷിയാണെങ്കിൽ നേരെ ഈ സൈഡിൽ കപ്പ കൃഷി. ഭയങ്കര മനോഹരമായിട്ടുള്ള ഒരു പാലക്കാടൻ കാർഷിക ഗ്രാമത്തിൻ്റെ എല്ലാ മനോഹരമായിട്ടുള്ള കാഴ്ചകളും നമുക്ക് ഈ ഒരു അക്വഡേറ്റിൻ്റെ മുകളിൽ വന്നാൽ കാണാൻ പറ്റും കേട്ടോ. കിട്ടുന്നത് മാത്രമല്ല വേറൊരു സംഭവം കൂടി ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ അങ്ങ് ദൂരെയല്ലേ, ആ ദൂരെ നിങ്ങൾക്ക് ക്യാമറയിൽ കാണാൻ പറ്റുന്നുണ്ടോ എന്നറിയില്ല. ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം. അവിടെ നമ്മളെ പാലക്കാടിൻ്റെ തനതായ പാലക്കാടൻ പനകൾ ഇങ്ങനെ നിരനിരയായിട്ട്, കരിമ്പനകൾ ഇങ്ങനെ നിരനിരയായിട്ട് നിൽക്കുന്നുണ്ട്. കരിമ്പനകളെ പറ്റി പറയുമ്പോഴാണ്, കരിമ്പന എന്ന് പറയുമ്പോൾ നമുക്ക് ജയൻ സാറിന് ഓർമ്മ വരും. ജയൻ സാറിൻ്റെ ഫിലിം അത് പാലക്കാട് നിന്നല്ല ഷൂട്ട് ചെയ്ത്. കരിമ്പന ആ ഫിലിം പാലക്കാട് നിന്നാണ് തോന്നുന്നു ഷൂട്ട് ചെയ്തത്. അടിപൊളി വ്യൂ കേട്ടോ, ഒന്നും പറയാനില്ല. കിടും. കണ്ടോ അവിടെ കണ്ടേ കുളം കണ്ടില്ലേ? ഈ പാടത്തിൻ്റെ നടക്കൊരു കിടിലൻ കുളമുണ്ട്. അടിപൊളിയല്ലേ? അടിപൊളി കാഴ്ച. അതേമാതിരി മൊത്തം നെൽപ്പാടങ്ങൾ കേട്ടോ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നെൽപ്പാടങ്ങൾ അടിപൊളി. പിന്നെ ഈ ഒരു അക്വഡേറ്റിൻ്റെ താഴെ അങ്ങേ സൈഡിൽ ചെറിയൊരു തോട് ഇങ്ങനെ പോകുന്നതാണ്. നമുക്കൊന്ന് അവിടെ ഇറങ്ങിയിട്ടൊന്ന് മോങ്ങുക. ഒരു രക്ഷയില്ല. അന്യായമായിട്ടുള്ള ചൂടും വെയിലുമാണ് ഇവിടെ. അടിപൊളി വ്യൂ ആണ് കേട്ടോ. വ്യൂ ഒരു രക്ഷയില്ല. ഫ്രണ്ട്സ്, നമ്മളേ അക്വഡേറ്റിൻ്റെ നേരെ താഴോട്ട് ഇറങ്ങിയിട്ടോ. താഴോട്ട് ഇറങ്ങി ഇങ്ങനെ പോകണം. ഈ ഒരു ഗേറ്റും ഈ ഒരു സെറ്റപ്പ് കണ്ടില്ല. പഴയ കാലത്ത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആ ഒരു ഗ്രാമം അനുസ്മരിപ്പിക്കുന്ന രീതിയിലുള്ള പഴയ കാലത്ത് അതേപോലെ തന്നെയുള്ള കുറച്ച് വീടുകൾ ഒരു മാറ്റങ്ങളുമില്ല. അവരെ ഗേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ. നമ്മൾ നേരെ മറ്റേ അക്വഡേറ്റിൻ്റെ നേരെ താഴോട്ട് ഇറങ്ങിയിട്ടുണ്ട്. എനിക്ക് ഈ ഒരു സംഭവം കണ്ടപ്പോൾ പെട്ടെന്ന് ഓർമ്മ വന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളെ വീണ്ടും ചില വീട്ടുവിശേഷങ്ങളിലായിരുന്നു. ആ ഒരു ഫിലിമിൽ നമ്മുടെ സംയുക്തൻ്റെ വീടില്ലേ, അപ്പോൾ അങ്ങനത്തെ കുറച്ച് സെറ്റപ്പ്. ഇനി എങ്ങാനും ഇവിടെ നിന്ന് എങ്ങനെയാണോ ഷൂട്ട് ചെയ്തതെന്ന് അറിയില്ല കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ അക്വഡേറ്റിൻ്റെ താഴോട്ട് ഇറങ്ങണം. ഒന്ന് നന്നായിട്ട് മോങ്ങുക വേണം. എന്താ വെച്ചാൽ ഭയങ്കര ചൂടായിട്ട് സഹിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അടിപൊളി കാഴ്ച, ഒന്നും പറയാനില്ല. നമ്മൾ നേരെ
കിണറല്ല തോട്. നമുക്കൊന്ന് മുഖം ഒന്ന് കഴുകണം. അടിപൊളി. അപ്പോൾ ഇതാ നമ്മളെ അക്കുഡേറ്റ് ഇതാ പാലം. അവിടെയൊക്കെ കുറേ പാലക്കാടൻ കരിമ്പനകളും കാര്യങ്ങളൊക്കെ ആയിട്ട് കിട്ടലും വ്യൂ. ഞാനും ശ്രീജിത്ത് ബ്രോ ഒരു പ്രാന്തനെ പോലെ വെയിലും കൊണ്ടിങ്ങനെ അലയാണ് നമ്മളെ പാലക്കാടൻ ഗ്രാമങ്ങളിലൂടെ ലൊക്കേഷൻ തേടിയിട്ട് കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ നേരെ അനങ്ങാമല എക്കോ ടൂറിസം കേന്ദ്രത്തിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മളെ ആകാശഗംഗ ഫിലിം ഷൂട്ട് ചെയ്തത്. അതേപോലെ തന്നെ നമ്മുടെ രജനീകാന്ത് സാറിൻ്റെ മുത്ത് ഫിലിമിലെ ഒരുവൻ മുതലാളി എന്ന് പറഞ്ഞൊരു പാട്ടില്ലേ, ആ ഒരു സോങ്ങിൽ രജനി സാറ് മറ്റേ എന്താ പറയുക കുതിര എങ്ങനെ ചാടിച്ച് വരുന്ന ഒരു സീന് ഷൂട്ട് ചെയ്തത് ഏതാണ്ട് ഈ ഒരു ഏരിയ എന്നാണെന്ന് പറയുന്നത്. ഇവിടെ വന്നേരാണ് നമ്മൾ അറിഞ്ഞത്. ബാക്കിയുള്ള ലൊക്കേഷൻ കാര്യങ്ങളും കാഴ്ചകളും കാണാൻ വേണ്ടി നമുക്കൊന്ന് മേലോട്ട് കയറി നോക്കാം. നമ്മൾ നേരെ കയറിയിട്ട് താഴേന്ന് എൻട്രൻസിൽ നിന്ന് കയറിയിട്ട് നമ്മൾ നേരെ അനങ്ങാമല എക്കോ ടൂറിസം കേന്ദ്രത്തിൻ്റെ എൻട്രൻസിലെത്തിയിട്ടുണ്ട്. ഇവിടെ നിന്നാണ് നമുക്കറിയാം ആകാശഗംഗ ഫിലിം ഷൂട്ട് ചെയ്തത്. ആകാശഗംഗ ഫിലിമിൽ ഒരു സീൻ ഷൂട്ട് ചെയ്ത് ഏതാണ്ട് ഈ ഒരു അരയാൽ, ഈ ഒരു അരയാലിനെ കേന്ദ്രീകരിച്ച് അല്ലെങ്കിൽ ഇതിൻ്റെ ചുവട്ടിൽ വെച്ചിട്ടാണ് ആ സീൻ ഷൂട്ട് ചെയ്തത്. ഏതെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം. നമുക്കറിയാം ദിവ്യാവുണ്ണി അതിലൊരു പ്രേതമായിട്ട് വരാണല്ലോ. അപ്പോൾ ദിവ്യാവുണ്ണി ഇങ്ങനെ വന്നിട്ട് നമ്മുടെ മണിച്ചേട്ടൻ ഒരു പള്ളിയിലച്ഛനായിട്ട് വന്നിട്ട് ആ മണിച്ചേട്ടനാ ഈ ദിവ്യാവുണ്ണി ഇങ്ങനെ ഉയർത്തുന്നൊരു സീനുണ്ട്. അത് ഇവിടെ നിന്നാണ് ഷൂട്ട് ചെയ്തത്. ഞാൻ സൈഡിൽ വ്യൂ കാണിച്ചു തരാം. ഇതെന്ന് വെച്ചാൽ നമ്മളെ അനങ്ങാമല എക്കോ ടൂറിസം കേന്ദ്രത്തിൻ്റെ എൻട്രൻസ് ആണ് കേട്ടോ. ഞാനിപ്പോൾ പറന്ന് ഡെയ്സിയോ? അത് ഡെയ്സി അല്ലേ, യേശിയാണ്. എന്നോടൊന്നും ചോദ്യം മോശമാണ്. മുറിക്ക് പിടിച്ചു നിന്നോ പിന്നാടേ അല്ലെങ്കിൽ തെറിച്ചു പോകും. അനങ്ങാമല എക്കോ ടൂറിസം കേന്ദ്രം എന്ന് പറഞ്ഞാൽ പാലക്കാടിൻ്റെ ഒരു വളർന്നു വരുന്ന ഒരു ടൂറിസം കേന്ദ്രം കൂടിയാണ് കേട്ടോ ഇത്. എന്ന് വെച്ചാൽ വളരെ മനോഹരമാണ്. നമുക്കറിയാം ഈ മലേൻ്റെ മുകളിൽ നിന്നൊക്കെ വരുന്ന ഒരു ചെറിയ തോട്, ഒരു അരുവിയും സെറ്റപ്പൊക്കെയാണ് ഇവിടെ ഉള്ളത്. മൊത്തത്തിൽ എന്താ ഈ ഒഴുകി വരുന്ന വെള്ളം നമ്മൾ നേരത്തെ മുഖം കഴുകിയൊക്കെ എനിക്ക് തോന്നുന്നു ഇവിടുന്ന് വരുന്ന വെള്ളം തോന്നുന്നു. മാത്രമല്ല നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെയുള്ള പാലക്കാടിൻ്റെ തനത് കാഴ്ചകളും മൊത്തത്തിൽ. പിന്നെ ഒരു ചെറിയൊരു ട്രക്കിങ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പോൾ ഈ കൊറോണ സാഹചര്യം ആയതുകൊണ്ട് ഇവിടെ ക്ലോസ്ഡ് ആണ്. നമുക്ക് മേലോട്ട് കയറാൻ പറ്റില്ല. പിന്നീട് ഒരിക്കൽ നമുക്ക് വന്ന് ചെയ്യാൻ തരും. നമ്മുടെ ശ്രീജിത്ത് ബ്രോ ഉണ്ട്. ബ്രോൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ശ്രീജിത്ത് വ്ളോഗ്സ് കേട്ടോ. ഞാൻ ലിങ്ക് താഴെ കൊടുക്കാം. അപ്പോൾ മൊത്തത്തിൽ ഇവിടുത്തെ ഒരു കാഴ്ച ഇതാണ്. പിന്നെ ആകാശഗംഗയിലെ മറ്റൊരു സീനും കൂടി ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. നമുക്കറിയാം ഈ ദിവ്യാണ്യം വന്നിട്ട് ഒരു മലേൻ്റെ മുകളിൽ താഴോട്ട് മുകേഷ് ചേട്ടൻ്റെ അതിൽ ആ ഒരു നായകൻ്റെ മേലേക്ക് ഒരു കല്ലെടുത്തിടുന്ന ഒരു സീനുണ്ട്. കല്ലെടുത്തിടാൻ വേണ്ടി കൊല്ലാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു സീനും. അതെന്ന് വെച്ചാൽ നമ്മൾ മേലെ കാണുന്ന ആ ഒരു പാറ ഉണ്ടല്ലേ, ആ പാറേൻ്റെ അടുത്തു നിന്നാണ് ആ ഒരു സീന് ഷൂട്ട് ചെയ്തത്. താഴോട്ട് നമ്മളതൊന്ന് സൂം ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. നമുക്കറിയാം ആകാശഗംഗ മലയാളത്തിലെ ഏറ്റവും മികച്ച ഹൊറർ ഫിലിമാണ്. ഈ 1999 നമ്മളെ വിനയ സാറ് സംവിധാനം ചെയ്ത് പുറത്തിറങ്ങിയ ഫിലിമാണ് ആകാശഗംഗ. അപ്പോൾ ആകാശഗംഗേൻ്റെ ലൊക്കേഷനാണ് കേട്ടോ അത്. അനങ്ങാമല എക്കോ ടൂറിസം. നമുക്ക് കംപ്ലീറ്റ് പിന്നൊരു ദിവസം വന്നിട്ട് വീഡിയോ ചെയ്യാൻ തരും. ഇവിടെ ഇപ്പം ക്ലോസ്ഡ് ആണ്. മാത്രമല്ല ഇവിടേക്ക് വേറൊരു കാര്യം കൂടി ഉണ്ട്. നമ്മൾ അനധികൃതമായിട്ട് കടന്നു കഴിഞ്ഞാൽ മൊത്തം ഫോറസ്റ്റിൻ്റെ ഏരിയ ആണത്. അത് ശിക്ഷാർഹമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ മേലോട്ട് കയറുന്നില്ല. പിന്നൊരു ദിവസം വന്നിട്ട് വീഡിയോ ചെയ്യാം കേട്ടോ. മേലെ വാനിലെ കിളികളായി ചേരാമാരിവിൽ ചെരുവിലായി. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നമുക്കറിയാം ആകാശഗംഗേൻ്റെ അതേപോലെ തന്നെ നമ്മളെ 6-ാം തമ്പുരാൻ്റെ ചെറിയൊരു പോർഷൻ ലൊക്കേഷൻ മാത്രമേ നമ്മൾ ഈ വീഡിയോയിൽ കാണിച്ചിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, അപ്പോൾ നമ്മുടെ ചാനലിലേക്ക് ആദ്യമായിട്ട് എത്തുന്ന ആളുകളാണെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല കേട്ടോ. അപ്പം അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.